കുഞ്ഞോളെ കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഇല്ലാത്ത ആറ്റങ്ങളാണ് കെമിക്കൽ കോമ്പിനേഷനിൽ കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവസാനത്തെ ഷെല്ല്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒക്ടറ്റ് കോൺഫിഗറേഷൻ ഇല്ലാത്തവർ, അതായത് 8 ഇലക്ട്രോൺ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുമ്പോൾ പരസ്പരം കൂടിച്ചേരുമ്പോൾ 8 ഇലക്ട്രോൺസ് കിട്ടുന്നത് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത് അല്ലേ. അങ്ങനെ 8 ഇലക്ട്രോൺ കിട്ടുന്നതിന് 2 വഴികളാണുള്ളത്. അതിൽ ഒന്നാമത്തെ വഴിയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, നമ്മളൊരു എക്സാമ്പിൾ വഴി പറയാം കേട്ടോ. ഫോർ എക്സാമ്പിൾ, സോഡിയം ക്ലോറൈഡ് എന്നുള്ളൊരു കോമ്പൗണ്ട് കാണാത്തവരോ കേൾക്കാത്തവരോ ആരില്ല. സോഡിയം ക്ലോറൈഡ്, അതിൽ സോഡിയം എന്നുള്ള ഒരു ആറ്റവും ക്ലോറിൻ്റെ ഒരു ആറ്റമല്ലേ ഉള്ളത്. എങ്ങനെയാണ് സോഡിയം എന്ന് പറയുന്ന ആറ്റം ക്ലോറിൻ്റെ ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഈ കോമ്പൗണ്ട് ഉണ്ടായത്? അവരെ പരസ്പരം ചേർത്ത് നിർത്തിയ ഫോഴ്സിന്റെ പേരെന്താ? വ്യത്യസ്ത ആറ്റങ്ങളെ പരസ്പരം കമ്പൈൻ ചെയ്യിപ്പിക്കുന്ന ഫോഴ്സിന്റെ പേരെന്താ? കഴിഞ്ഞ വീഡിയോയുടെ അവസാനം പറഞ്ഞിട്ടുണ്ട്, കെമിക്കൽ ബോണ്ട്. അപ്പൊ ഇവിടുത്തെ ആ കെമിക്കൽ ബോണ്ട്, ആ അട്രാക്റ്റീവ് ഫോഴ്സ്, അത് ഏത് ഫോഴ്സാണ് എന്നറിയണം. നമുക്ക് അതെങ്ങനെ ഫോം ചെയ്തെന്ന് നോക്കാം. ഒന്ന്, സോഡിയം എന്നുള്ള ആറ്റമാണ് ഒന്നാമത്തെ ആറ്റം. രണ്ടാമത്തെ ആറ്റം ക്ലോറിൻ എന്നുള്ള ആറ്റം. ഓക്കെ, ഇവരെങ്ങനെ കമ്പൈൻ ചെയ്തു എന്നാണ് കുഞ്ഞോളെ നമുക്ക് അറിയേണ്ടത്. നിങ്ങൾക്കറിയാം സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11, ക്ലോറിൻ്റെത് 17. അപ്പൊ ഇതിന്റെ കോൺഫിഗറേഷൻ എന്താ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 1 അല്ലെ. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 2, 8, 7. ഓക്കെ, ഇവർ കമ്പൈൻ ചെയ്യുന്നു. എങ്ങനെ കമ്പൈൻ ചെയ്യുന്നു? എന്താണ് ഇവർക്ക് വേണ്ടത്? ലാസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് അല്ലേ? അപ്പൊ കമ്പൈൻ ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ അവസാന ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. ഇതിന്റെ അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണുള്ളത്. നമ്മൾ ഇതിന്റെ ബോർ ആറ്റം മോഡൽ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരക്കാം? ന്യൂക്ലിയസില് 11 പ്രോട്ടോൺസ്, 11 പോസിറ്റീവ് ചാർജ്, 3 ഷെല്ല്, ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല് അല്ലെ. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, മൂന്നാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ മാത്രം. ഇത് കമ്പൈൻ ചെയ്യുന്നതിന് മുമ്പുള്ള സോഡിയാണ്. ഇനി ക്ലോറിൻ്റെത് ന്യൂക്ലിയസിൽ 17 പ്രോട്ടോൺസ്, 3 ഷെല്ലുണ്ട്, 1, 2, 3. ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, 2, 4, 6, 8. മൂന്നാമത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ, 1, 2, 3, 4, 5, 6, 7 അല്ലെ. അപ്പൊ കെമിക്കൽ കോമ്പിനേഷന് മുമ്പുള്ള സോഡിയത്തിന്റെയും ക്ലോറിന്റെയും ബോർ ആറ്റം മോഡൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നോക്കണം മക്കളെ, നിങ്ങൾ നോക്കണം, കുറെ കാര്യങ്ങൾ പറയാൻ കേട്ടോ. ഇതാ സോഡിയത്തിന്റെ ലാസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആകുന്നത്, ഇതിന്റെ ലാസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇത് 8 ആവണമെങ്കിൽ, അവസാനത്തെ ഷെല്ലിൽ 8 ആവണമെങ്കിൽ അയാൾക്ക് 7 വേണ്ടേ? അയാൾ എല്ലായിടത്തും പോയി ചോദിച്ചു, 7 ഇലക്ട്രോൺ തരുവാ. ആരും 7 കൊടുക്കുന്നില്ല. 7 ആരും കൊടുക്കാനാ? അത്ര ഒരുപാട് ഇലക്ട്രോൺ ഉണ്ട്, 7 ആരും കൊടുക്കുന്നില്ല. അപ്പൊ മിസ്റ്റർ ക്ലോറിൻ അതുവഴി വന്നു. സോഡിയം ഇങ്ങനെ വിഷമത്തിൽ ഇരിക്കുമ്പോൾ മിസ്റ്റർ ക്ലോറിൻ അതുവഴി വന്നു. ക്ലോറിൻ പറഞ്ഞു, എന്തിനാ സോഡിയം ഇനി ബേജാറാക്കുന്നത്? അപ്പൊ സോഡിയം പറഞ്ഞു, അല്ല ക്ലോറിനെ, എനിക്ക് ഒറ്റയ്ക്ക് ഈ 1 ഇലക്ട്രോൺ ആയതുകൊണ്ട് എനിക്ക് സ്റ്റെബിലിറ്റി ഇല്ല. എന്റെ അവസാനത്തെ ഷെല്ലിൽ നോക്കിയേ, അതിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. അവൻ അവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് സ്റ്റെബിലിറ്റി ഇല്ല. അവന്റെ കൂടെ 7 ആളുണ്ടെങ്കിൽ എനിക്ക് സ്റ്റെബിലിറ്റി കിട്ടുള്ളൂ, മറ്റുള്ളവരാണെങ്കിൽ തരുന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ആയിരിക്കുകയാണ്. അപ്പൊ ക്ലോറിൻ ഇയാൾക്കൊരു വഴി പറഞ്ഞു കൊടുത്തു. നീ വിഷമിക്കണ്ടടോ, നീ ആ 1 ഇലക്ട്രോൺ കള. അവസാനത്തെ ഷെല്ല് ആ ഇലക്ട്രോൺ നീ കള. ഇതിന് നീ കളഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അവസാനത്തെ ഷെല്ല് പിന്നെ ഇതല്ലേ, അതിലിട്ടില്ലേ?
ആരാ? ക്ലോറിൻ ബുദ്ധി പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ സോഡിയം നിലനിന്നു. ശരിയാണല്ലോ, മറ്റുള്ളവരെ ചോദിച്ച് കിട്ടുന്നില്ല, പിന്നെ ഇങ്ങനെ ചോദിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ. ഈ ഒരു ഇലക്ട്രോൺ ഞാൻ ലോസ് ചെയ്താൽ, നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എൻ്റെ അവസാന ഷെല്ലിൽ ഇതല്ലേ, അപ്പൊ അതിലെനിക്ക് 8 ഇലക്ട്രോൺ ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് സ്റ്റെബിലിറ്റി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് സോഡിയം ആ ഇലക്ട്രോൺ ലോസ് ചെയ്തു. ആരായത് പറഞ്ഞു കൊടുത്തത്? ക്ലോറിൻ. ക്ലോറിൻ അത് പറഞ്ഞു കൊടുക്കാൻ ഒരു കാരണം എന്താ അറിയാവോ? ക്ലോറിന്റെ ലാസ്റ്റ് ഷെല്ല് നോക്കി 7 ഇലക്ട്രോൺ, അയാൾക്ക് 1 ഇലക്ട്രോൺ ആവശ്യമുണ്ട്. അതെന്തായി? ഇയാളെ എന്താ പറയാ, മണി അടിച്ചിട്ട് അയാളിങ്ങനെ പറഞ്ഞു വയ്ച്ചിട്ട് ആ 1 ഇലക്ട്രോൺ അയാൾ നേടി. ഇയാൾ 1 ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നുണ്ടല്ലോ, അത് ഉടനെ ക്ലോറിൻ ചാരി പിടിച്ചു. അപ്പൊ ഇയാളുടെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയി, ക്ലോറിനും 8 ഇലക്ട്രോൺ ആയി. ഓക്കെ, അതിലറിഞ്ഞില്ല. ഓക്കെ, അപ്പൊ 2 പേർക്കും 8 ഇലക്ട്രോൺ കിട്ടി. ഇയാൾക്ക് 1 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ എന്താ, സാരമില്ല, സ്റ്റെബിലിറ്റി കിട്ടിയല്ലോ, അതാണ് പ്രധാനം. ഇയാൾക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നു. എങ്ങനെ കിട്ടോ? സ്റ്റെബിലിറ്റി കിട്ടിയ കാര്യം പറഞ്ഞു. ഇനി അവരെങ്ങനെ കമ്പൈൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല. സ്റ്റെബിലിറ്റി കിട്ടിയത് എങ്ങനെ? 1 ഇലക്ട്രോൺ ലോസ് ചെയ്ത്. സ്റ്റെബിലിറ്റി കിട്ടിയത് എങ്ങനെ? 1 ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത്. എങ്ങനെ ഇവർ കമ്പൈൻ ചെയ്ത് അത് പറഞ്ഞില്ലല്ലോ, അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഇനി ഇവർ ഈ ഇലക്ട്രോൺ ലോസ് ചെയ്യുകയും ഇയാൾ ഇലക്ട്രോൺ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കോൺഫിഗറേഷൻ എന്താ മക്കളെ? 2, 8 എന്നാണ്. നോക്ക്, എന്താണ് ലോസ് ചെയ്തത്? 1 ഇലക്ട്രോൺ അല്ലേ ലോസ് ചെയ്തത്. ലോസ് ചെയ്യുന്നതിന് മുമ്പ് ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 11 ഇലക്ട്രോൺ. അതായത് 11 പോസിറ്റീവ്, നെഗറ്റീവ് ചാർജ്. എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട്? 11 അല്ല, പ്രോട്ടോൺ 11, ഇലക്ട്രോൺ 11. ടോട്ടൽ ചാർജ് എത്ര? 0. ലോസ് ചെയ്ത് കഴിഞ്ഞാലോ? ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോക്ക്. ലോസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഇത് ആറ്റം മോഡൽ നോക്ക്. ന്യൂക്ലിയസിൽ 11 പ്രോട്ടോൺ. പ്രോട്ടോൺ എണ്ണം കുറഞ്ഞിനാ? ഇല്ല. ആദ്യത്തെ ഷെല്ലിലോ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിലോ 8 ഇലക്ട്രോൺ. 1, 2, 3, 4, 5, 6, 7, 8. ഇനി ക്ലോറിന്റെയോ കേൾക്കണേ, ക്ലോറിന്റെയോ 1 ഇലക്ട്രോൺ കിട്ടിയില്ല അയാൾക്ക്. അപ്പൊ എന്താണ്? 2, 8, 1 കിട്ടിയാൽ അത് 8 ആയി. അപ്പൊ അതിന്റെ ന്യൂക്ലിയസിൽ 17 പ്രോട്ടോൺ. ന്യൂക്ലിയസിൽ ഒന്നും സംഭവിച്ചില്ലല്ലോ. ന്യൂക്ലിയസിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? 1 ഇലക്ട്രോൺ വന്നു, അത് ഇവിടേക്കാ ചേരാം. ഓക്കെ, ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, 4, 6, 8. ഇനി മൂന്നാമത്തെ ഷെല്ലിലോ നേരത്തെ 7 എണ്ണം ഉണ്ടായി, ഇപ്പൊ 8ആയി. 1, 2, 3, 4, 5, 6, 7, 8. ഇനിയാണ് സംഗതി കേട്ടോ. ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നതിന് മുമ്പ് പ്രോട്ടോണിന്റെ എണ്ണം 11, അതായത് 11 പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോണിന്റെ എണ്ണം 11, അതായത് 11 നെഗറ്റീവ് ചാർജ്. ടോട്ടൽ ചാർജ് 0. ഇനി ഇലക്ട്രോൺ ലോസ് ചെയ്ത് കഴിഞ്ഞ ശേഷമോ പ്രോട്ടോണിന്റെ എണ്ണം മാറുന്നില്ല, അതായത് പോസിറ്റീവ് ചാർജ് 11 തന്നെ. പക്ഷെ ഇലക്ട്രോൺ ഒന്ന് കുറഞ്ഞു, അതായത് 11 ഇലക്ട്രോൺ ഉണ്ടായി 10 ഇലക്ട്രോൺ ആയി. നെഗറ്റീവ് ചാർജ് 1 കുറഞ്ഞു. ഇനി നോക്കി ഇത് കൂട്ടെ. 11 മൈനസ് 10 പ്ലസ് 1. ഇപ്പോൾ അയാൾക്ക് ഒരു ചാർജ് ഉണ്ട്, +1. ഒരു പോസിറ്റീവ് ചാർജ് അയാൾക്ക് കിട്ടി. അതിനെ നമ്മൾ ഇതിന്റെ മുകളിൽ ഇങ്ങനെ കാണിക്കും. സോഡിയത്തിന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടി. ഇനി ക്ലോറിനോ? കെമിക്കൽ കോമ്പിനേഷനിൽ, അതായത് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നതിന് മുമ്പ് 17 പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസിൽ, 17 ഇലക്ട്രോൺ പുറത്ത്. ടോട്ടൽ ചാർജ് 0. ഓക്കെ, ഇനി ഇലക്ട്രോൺ ഗെയിൻ ചെയ്താലോ പോസിറ്റീവ് ചാർജ് പ്രോട്ടോണിന്റെ എണ്ണം മാറുന്നില്ല, 17 പോസിറ്റീവ്. അതേസമയം ഇലക്ട്രോണോ 2, 8, 8, 18 ആയി. ഇലക്ട്രോൺ ഒന്ന് കൂടി. ഇത് രണ്ടും കൂടിയാൽ എത്ര? -1 എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു നെഗറ്റീവ് ചാർജ് കിട്ടി. അപ്പൊ നമ്മൾ അതിന്റെ ഇവിടെ കാണിക്കും. അതായത് ഇത് നേരത്തെ ചാർജ് ഇല്ലാത്ത ന്യൂട്രൽ ആറ്റമാണ്, അതേസമയം ഇലക്ട്രോൺ ലോസ് ചെയ്തപ്പോൾ അയാൾക്ക് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടി. 1 ഇലക്ട്രോൺ ലോസ് ചെയ്തപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് കിട്ടി. ഇയാൾ 1 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു, അപ്പോൾ അയാൾക്ക് ഒരു നെഗറ്റീവ് ചാർജ് കിട്ടി. ഇങ്ങനെ ചാർജ് ഉള്ളവരെ പിന്നെ ആറ്റം എന്ന് പറയില്ല, അയാളെ പറഞ്ഞ പേരാണ് അയോൺ. ഇത് പോസിറ്റീവ് അയോൺ, ഇത് നെഗറ്റീവ് അയോൺ. പോസിറ്റീവ് അയോൺ, നെഗറ്റീവ് അയോൺ. പോസിറ്റീവ് അയോൺ എന്ന് പറയുന്ന വേറൊരു പേരാണ് കാറ്റയോൺ. എന്ത്? കാറ്റയോൺ. നെഗറ്റീവ് അയോൺ എന്ന് പറയുന്ന പേരാണ് ആനയോൺ. എന്താണ് അയോൺ? ചാർജുള്ള ആറ്റങ്ങളാണ് അയോൺസ്.
അതിന് പോസിറ്റീവ് ചാർജ് ഉള്ളവർ കാറ്റിയോൺ, നെഗറ്റീവ് ചാർജ് ഉള്ളത് ആനിയോൺ. എങ്ങനെയാണ് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത്? ഇലക്ട്രോൺ ലോസ് ചെയ്യുമ്പോൾ. എങ്ങനെയാണ് നെഗറ്റീവ് ചാർജ് കിട്ടുന്നത്? ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ. ഇപ്പൊ രണ്ടുപേർക്ക് സ്റ്റെബിലിറ്റി ആയി. അപ്പൊ സോഡിയം പറഞ്ഞു, എനിക്കിപ്പോ സ്റ്റെബിലിറ്റി കിട്ടിയല്ലോ, 8 ഇലക്ട്രോൺ അവസാനം ഉണ്ടല്ലോ. ഇയാൾ പറഞ്ഞു എനിക്ക് സ്റ്റെബിലിറ്റി കിട്ടിയല്ലോ. എന്നിട്ട് അവർ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ പറ്റുന്നില്ല. സോഡിയത്തിന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, ക്ലോറിന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. എന്തേന്നറിയോ? ഇപ്പോൾ അത് രണ്ട് ചാർജ് ഉള്ളവരായില്ലേ. എന്ത് ചാർജ്? ഓപ്പോസിറ്റ് ചാർജ്. ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിൽ എന്തുണ്ടാകും? അട്രാക്ഷൻ ഉണ്ടാകും. അതായത് സോഡിയം അങ്ങോട്ടും ക്ലോറിൻ അങ്ങോട്ടും പോകാൻ നോക്കുമ്പോൾ അവർക്കിടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകുന്നു. അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകുന്നു. ആ അട്രാക്റ്റീവ് ഫോഴ്സ് വഴി അവർ പരസ്പരം കമ്പൈൻ ചെയ്യപ്പെടുന്നു, ബൈൻഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ NaCl ഉണ്ടാകുന്നു. എങ്ങനെ? ഈ രീതിയിലാണ് NaCl ഉണ്ടായത്. അപ്പൊ NaCl ആരല്ല ഉള്ളത്? സോഡിയം ആറ്റമല്ല, ക്ലോറിൻ ആറ്റമല്ല. പിന്നെ ആരാണ്? സോഡിയം അയോണും ക്ലോറിൻ അയോണും. സോഡിയം അയോണും ക്ലോറിൻ അയോണും. ഓക്കെ, അപ്പൊ ഇത്രയും കണ്ടപ്പോ സംഗതി എല്ലാം മനസ്സിലായില്ലല്ലോ കുഞ്ഞോളെ? സംശയമില്ലല്ലോ. അപ്പൊ ഇവിടെ എന്താ സംഭവം? സോഡിയം ക്ലോറൈഡിൽ എന്താണ് പരസ്പരം കമ്പൈൻ ചെയ്തിട്ടുള്ളത്? അയോണുകളാണ്, അയോൺസ് ആണ്. അവരെങ്ങനെയാ പരസ്പരം ബൈൻഡ് ചെയ്യപ്പെട്ടത്? അവർക്ക് ചാർജ് ഉള്ളത് കൊണ്ടല്ലേ. ചാർജ് ഉള്ളവരെ പരസ്പരം ബൈൻഡ് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ഏതാ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇപ്പൊ നോക്കി, ഇവിടെ രണ്ട് കെമിക്കൽസ് അല്ലേ പരസ്പരം കമ്പൈൻ ചെയ്തത്. കെമിക്കൽസിനെ പരസ്പരം കമ്പൈൻ ചെയ്യിപ്പിക്കുന്ന ഫോഴ്സിന്റെ പേരെന്താ? കെമിക്കൽ ബോണ്ട്. അപ്പൊ ഇതൊരു ടൈപ്പിലുള്ള കെമിക്കൽ ബോണ്ടാണ്. ഈ കെമിക്കൽ ബോണ്ട് എങ്ങനെയാ ഫോം ചെയ്തത്? ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ വഴിയല്ലേ. ഇതിന്റെ ഒരു ഇലക്ട്രോൺ ഇയാൾക്ക് കൊടുത്തു, ഇതിന്റെ ഒരു ഇലക്ട്രോൺ ഇയാൾക്ക് കൊടുത്തു. അതായത് ഇലക്ട്രോണുകളെ ഇയാൾ വാങ്ങി ഇയാൾ കൊടുത്തു. ഇലക്ട്രോണുകളെ കൊടുക്കൽ വാങ്ങൽ വഴിയാണ് ആ ബോണ്ട് ഉണ്ടായത്. അല്ലെ, കേൾക്കുന്നുണ്ടോ? ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫർ വഴി ഉണ്ടായ ഈ ബോണ്ടിന്റെ പേരാണ് അയോണിക് ബോണ്ട്. എന്നാണ് അയോണിക് ബോണ്ട്. ആ പേരിൽ തന്നെ എന്ത്? അയോണുകളെ ബൈൻഡ് ചെയ്യുന്ന ബോണ്ട്. അയോണുകളെ ബൈൻഡ് ചെയ്യുന്ന ബോണ്ട് വിച്ച് ഈസ് ദി അയോണിക് ബോണ്ട്. അതെങ്ങനെ ഫോം ചെയ്യുന്നു? ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ്. അപ്പൊ ഇതിനുള്ളത് എന്താണ്? അയോണിക് ബോണ്ടാണ്. അയോണിക് ബോണ്ടിലെ ഫോഴ്സ് ഏതാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ, ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിന്റെ പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അയോണിക് ബോണ്ട് ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫർ വഴി ഉണ്ടാകുന്ന ബോണ്ടാണ്. ആ ബോണ്ടിൽ അയോണുകളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അപ്പൊ നമ്മൾ സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. പക്ഷെ ഇനി ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. എല്ലാത്തിനും ഇങ്ങനെ ബോറാറ്റ മോഡൽ വരക്കുന്നത് പ്രയാസമല്ലേ. അപ്പൊ ഒന്ന് സിമ്പിളായിട്ട് കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയെന്ന് വളരെ സിമ്പിളായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊന്നും വരക്കണ്ട. ആക്ച്വലി നിങ്ങൾ നോക്ക്, ഇവിടെ ലോസ് ചെയ്ത ഇലക്ട്രോൺ അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോൺ അല്ലേ, ഗെയിൻ ചെയ്യുന്നത് അവസാനത്തെ ഷെല്ലിലേക്കല്ലേ. അപ്പൊ ഇവരെല്ലാം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ലാസ്റ്റത്തെ ഷെല്ലിന്റെ മുമ്പിലുള്ള ഷെല്ലിലെ ഇലക്ട്രോണുകളൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തേ? കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നത് ലാസ്റ്റത്തെ ഇലക്ട്രോണുകളാണ്. അപ്പൊ അവരെ മാത്രം കാണിച്ചാൽ പോരെ. അതുകൊണ്ട് ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ ഇത് വരക്കൂല. പകരം വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് നോക്കോ, വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ്. സോഡിയത്തിന്റെ ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരേ ഒരു ഇലക്ട്രോൺ. അതിന് നമ്മൾ സോഡിയത്തിന്റെ സിമ്പലിന്റെ മുകളിലോ സൈഡിലോ എവിടെയെങ്കിലും ആയിട്ട് ഒരു ഡോട്ട് ഇട്ട് കാണിക്കാം. ഡോട്ട് ഇടുക. ക്ലോറിന്റെ ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 അല്ലേ. ആ 7 ഡോട്ട് അതിന്റെ ചുറ്റുമായിട്ട്, സിമ്പലിന്റെ ചുറ്റുമായിട്ട് 7 ഡോട്ട് ഇടുക. ഇങ്ങനെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളെ മാത്രം സിമ്പലിന്റെ ചുറ്റും ഡോട്ട് ഇട്ട് കാണിക്കുന്നതിന് പേരാണ്, റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ പേരാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. അപ്പൊ ഇത് സോഡിയത്തിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആണ്, ഇത് ക്ലോറിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആണ്. എപ്പോൾ അവർ കമ്പൈൻ ചെയ്യുന്നതിന് മുമ്പ്. ഇനി കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സോഡിയം ആ ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നു. അപ്പോൾ അയാൾക്ക് എന്ത് കിട്ടുന്നു? ഒരു പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. ക്ലോറിന് ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നു. അപ്പോൾ അയാളുടെ ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആകുന്നു. 2, 4, 6, 8. ഇയാളുടെ ഒന്നയാളെ ലോസ് ചെയ്തു. അപ്പൊ ഇതിൽ 8 എണ്ണത്തിൽ 1 സോഡിയം കൊടുത്തതാണ്. അപ്പൊ അയാൾക്ക് എന്ത് വരുന്നു? ഒരു നെഗറ്റീവ് ചാർജ് വരും. അപ്പൊ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഫോം ചെയ്തു. ഇതേതായോണ? പോസിറ്റീവ് അയോൺ. പേരെന്താ? കാറ്റിയോൺ. ഇതേതായോണ? നെഗറ്റീവ് അയോൺ. പേരെന്താ? ആനിയോൺ.
അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവർ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാകും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അവരെ പരസ്പരം കൂട്ടിച്ചേർക്കും. അങ്ങനെ അയോണുകൾ പരസ്പരം കൂടിച്ചേരുന്നു. ആ ബോണ്ടിന്റെ പേരെന്താ? അയോണിക് ബോണ്ട്. അങ്ങനെയാണ് NaCl ഫോം ചെയ്തത്. ക്ലിയർ? ഇനി ഇത് സോഡിയം അയോൺ ആയിട്ട് മാറും. അതിന്റെ ഭാഗത്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് കാണിക്കാം. എങ്ങനെയാ അറിയോ? സോഡിയം എന്തായി മാറി? സോഡിയം അയോൺ ആയിട്ട് മാറി. അപ്പോൾ അയാൾ എന്താ ചെയ്തത്? ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്തു, കളഞ്ഞു. അതിനിങ്ങനെ കാണിക്കാം, ഇലക്ട്രോൺ E- എന്ന് കാണിക്കാം. ഇനി ക്ലോറിൻ എന്താ ചെയ്തത്? ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു, അയാളിലേക്ക് കൂട്ടിച്ചേർത്തു. അപ്പോൾ അയാൾക്ക് എന്ത് കിട്ടി? Cl- അയോൺ നെഗറ്റീവ് ചാർജ്. അപ്പൊ ഇത് ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നതിന്റെ കെമിക്കൽ റിയാക്ഷൻ ആണ്, ഇത് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നതിന്റെ കെമിക്കൽ റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ സോഡിയം ക്ലോറൈഡ് ഉണ്ടായത് എങ്ങനെയെന്ന് ഇപ്പോൾ നമുക്ക് ക്ലിയർ ആണല്ലോ, സംശയമില്ലല്ലോ. അയോണിക് ബോണ്ട് എന്നാണെന്ന് ക്ലിയർ ആയല്ലോ. എന്താണ് അയോണിക് ബോണ്ട്? ഇസ് എ ബോണ്ട് ഫോംഡ് ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, in which the ions, oppositely charged ions, positive ion and negative ions are held together by electrostatic force of attraction. ഓക്കെ, ഇനി നമുക്ക് ഈ അയോണിക് ബോണ്ടിന് ഒരു 2 എക്സാമ്പിൾ കൂടി പറയണം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.